പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ 2 പേർ പഞ്ചാബിൽ അറസ്റ്റിൽ. തന്ത്രപ്രധാനമായ സൈനിക വിവരങ്ങളാണ് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIക്ക് ഇവർ ചോർത്തി നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം രാജ്യത്ത് എണ്ണിയാലൊടുങ്ങാത്ത പാകിസ്ഥാൻ ചാരന്മാരെയാണ് ATSഉം രാജ്യത്തെ അധികാരികളും പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ ഒരൊറ്റ പേര് പോലും മുസ്ലിമിന്റെ പേരുകളില്ല എന്നത് അഭിമാനമാണ് എന്നല്ല, വളരെ ആശ്വാസമാണ്. ഏതെങ്കിലും ഒരു പേര് മുസ്ലിമിൻ്റേതായിരുന്നുവെങ്കിൽ ഇവിടുത്തെ ചാനലുകൾ മുഴുവനും 24/7 എന്ന നിലക്ക് ചർച്ച ചെയ്യുമായിരുന്നു. ഈ ചാരന്മാരെ ഇത്രയേറെ പിടിച്ചിട്ടും അത് തന്നെ രാജ്യത്തിൻ്റെ വലിയ രഹസ്യങ്ങളൊക്കെയാണ് പാകിസ്ഥാൻ സൈന്യത്തിന് ചോർത്തിക്കൊടുക്കുന്നത്. പ്രതിപക്ഷങ്ങൾ പോലും ആ വിഷയം മുന്നോട്ടെടുത്തുകൊണ്ടുവരുന്നില്ല എന്നത് എത്ര ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ധീരമായ ചുവടുവെപ്പുകൾ നടത്തിയ കേണൽ സോഫിയ ഖുറൈശി എന്ന് പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം കൊടുത്തവരിലും അതിൻ്റെ അപ്ഡേറ്റ്സുകൾ ഓരോ സമയത്തും നമുക്ക് എത്തിച്ചു തന്നിരുന്ന അവരെക്കുറിച്ച് മധ്യപ്രദേശിലെ ഒരു മന്ത്രി പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ? അവർ തീവ്രവാദികളുടെ സഹോദരിയാണ് എന്ന്. എങ്ങനെ പറയാൻ ധൈര്യം വന്നു അയാൾക്കത്? തീവ്രവാദത്തിന് മതമുണ്ടോ? അങ്ങനെയായിരുന്നുവെങ്കിൽ ആ സഹോദരി അവർക്കെതിരെ യുദ്ധത്തിന് പോകുമായിരുന്നോ? രാജ്യത്തെ സൈന്യത്തെ എത്രമാത്രം അവമതിപ്പാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അയാൾക്ക് ഇപ്പോഴും സുരക്ഷയുണ്ട്. സുപ്രീം കോടതി രൂക്ഷമായ വിധത്തിൽ അതിനെ വിമർശിക്കുകയും കേസെടുക്കാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കേണൽ സോഫിയ ഖുറൈശി വലിയ വലിയ രാജ്യങ്ങൾ വരുമ്പോൾ അവരോടൊപ്പം സൈനികാഭ്യാസത്തിന് നേതൃത്വം കൊടുക്കുന്ന ആദ്യത്തെ വനിതയാണവർ. ഈ രാജ്യത്ത് ഒട്ടനവധി നേട്ടങ്ങൾക്ക് അവർ മുൻപന്തിയിലുണ്ടായിട്ടുണ്ട്. അവരുടെ കുടുംബ പാശ്ചാത്തലം പോലും ഒരു സൈനിക പാശ്ചാത്തലമുള്ള കുടുംബമാണ്. അവരുടെ വാപ്പയുടെ വാപ്പയും ഒക്കെ സൈന്യത്തിൽ പ്രവർത്തിച്ചവരാണ്. മാത്രവുമല്ല, അവരുടെ പിതാമഹൻ എന്ന് പറഞ്ഞാൽ വാപ്പയുടെ വാപ്പ, അവര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സേനാനിയായിരുന്നു. ഈ രാജ്യത്തിന് എല്ലാം അർപ്പിച്ച ഒരു കുടുംബം. ആ കുടുംബത്തെ തീവ്രവാദികളോട് ചേർത്ത് പറയുക, അല്ലെങ്കിൽ രാജ്യവിരുദ്ധതയുടെ ലിസ്റ്റിലേക്ക് കൊണ്ടുപോവുക. അപ്പം രാജ്യത്തെ യഥാർത്ഥ രാജ്യസ്നേഹികളൊക്കെ തീവ്രവാദികളായി മാറുക, അതുപോലെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരൊക്കെ രാജ്യസ്നേഹികളുമായി മാറുക എന്നൊരു പുതിയ കോൺസെപ്റ്റിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുന്നത് വലിയ അപകടമാണ്. ഇത്രയും ബൃഹത്തായ ഒരു രാജ്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇത്തരം ഫേക്കായ ഐഡിയകളെയൊക്കെ തുറന്നു കാണിക്കുകയും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.